തീർച്ചയായും കണ്ണൂരിൽ നിന്നും രണ്ട് സർവീസുകളാണ് ഇന്ന് റദ്ദാക്കിയിട്ടുള്ളത്. ഇന്നലെയും രണ്ട് സർവീസുകൾ കണ്ണൂരിൽ നിന്നും റദ്ദാക്കിയിരുന്നു. ഈ സമരം ഒത്തുതീർന്നെങ്കിലും കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നുള്ള ഈ സർവീസുകൾ പഴയ രീതിയിൽ പുനരാരംഭിക്കാൻ ഇതുവരെയും എയർ ഇന്ത്യ എക്സ്പ്രസിന് സാധിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ യാത്രക്കാർ വലിയ യാത്രാ ക്ലേശമാണ് കണ്ണൂരിൽ നിന്ന് നേരിടുന്നത്. കണ്ണൂർ വിമാനത്താവളത്തിന്റെ ഒരു പ്രധാനപ്പെട്ട മറ്റ് വിമാനത്താവളങ്ങളെ അപേക്ഷിച്ചുള്ള പ്രശ്നം, കണ്ണൂരിൽ നിന്നും ഈ പോയിന്റ് ഓഫ് കോൾ പദവി കണ്ണൂർ വിമാനത്താവളത്തിന് ഇല്ലാത്തത് കൊണ്ട് തന്നെ കണ്ണൂരിൽ നിന്നും എയർ ഇന്ത്യ എക്സ്പ്രസ് മാത്രമാണ് അന്താരാഷ്ട്ര സർവീസുകൾ നടത്തുന്നത്. മറ്റ് വിദേശ വിമാന കമ്പനികൾ കണ്ണൂരിൽ നിന്നും സർവീസ് നടത്തുന്നില്ല. അതുകൊണ്ട് തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മുടങ്ങുമ്പോൾ അത് കണ്ണൂരിൽ നിന്നുള്ള യാത്രക്കാർക്ക്, വിദേശ രാജ്യങ്ങളിലേക്ക് പോകേണ്ടവർക്ക് മറ്റ് വിമാന കമ്പനികളെ ആശ്രയിക്കാൻ കഴിയാത്ത ഒരു സ്ഥിതിയാണുള്ളത്. അതുകൊണ്ട് തന്നെ വലിയ പ്രതിസന്ധി കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലുള്ളവർ നേരിടുന്നുണ്ട്. അവർ പലരും മംഗലാപുരം വിമാനത്താവളത്തെയും അതോടൊപ്പം തന്നെ ബാംഗ്ലൂരു വിമാനത്താവളത്തെയും ആശ്രയിച്ചുകൊണ്ടാണ് ഇപ്പോൾ അവർ ഗൾഫ് രാജ്യങ്ങളിലേക്ക് ലീവെല്ലാം കഴിഞ്ഞ് മടങ്ങിപ്പോകുന്നത്. ഈ കഴിഞ്ഞ 4 ദിവസത്തിനിടെ കണ്ണൂർ വിമാനത്താവളത്തിൽ നിന്നും 35ഓളം സർവീസുകളാണ് എയർ ഇന്ത്യ എക്സ്പ്രസ് റദ്ദാക്കിയത്. ഏതാണ്ട് 6000ഓളം യാത്രക്കാരുടെ യാത്ര ഈ സർവീസുകൾ റദ്ദാക്കിയത് വഴി മുടങ്ങിയിട്ടുണ്ട്. ഏത് ദിവസം ഈ സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഈ യാത്രക്കാർക്ക് ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശം നൽകാനും എയർ ഇന്ത്യ എക്സ്പ്രസ് മാനേജ്മെന്റിന് കഴിയുന്നില്ല. കാരണം കണ്ണൂരിൽ നിന്നാകുമ്പോൾ മറ്റ് ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന് തന്നെ റീഷെഡ്യൂൾ ചെയ്ത് യാത്രക്കാർക്ക് പോകേണ്ടതുണ്ട്. എന്നാൽ കൃത്യമായും ആ ഒരു റീഷെഡ്യൂളിംഗ് എപ്പോഴേക്ക് പോകാൻ കഴിയും എന്നുള്ള കാര്യത്തിനെ സംബന്ധിച്ച ഒരു വ്യക്തതയും നൽകാൻ കഴിയുന്നില്ല. ഏതായാലും ഇപ്പോൾ നമുക്ക് അനൌദ്യോഗികമായി ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജീവനക്കാരെല്ലാം പറയുന്നത് തിങ്കളാഴ്ച വരെയും, അതായത് നാളെ വരെയും ഈ പ്രതിസന്ധി തുടരും, ചൊവ്വാഴ്ചയോടുകൂടി സർവീസുകൾ പുനഃസ്ഥാപിക്കാൻ കഴിയും എന്നുള്ള ഒരു പ്രതീക്ഷ ഈ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ജീവനക്കാർ അനൌദ്യോഗികമായി പങ്കുവെക്കുന്നുണ്ട്. അല്ലാതെ ഔദ്യോഗികമായി ഇത് സംബന്ധിച്ചുള്ള ഒരു കൃത്യമായിട്ടുള്ള നിർദ്ദേശങ്ങളോ കാര്യങ്ങളോ എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കണ്ണൂർ വിമാനത്താവളത്തെ സംബന്ധിച്ച് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ മാത്രം സർവീസ് നടത്തുന്ന കണ്ണൂരിൽ ഈ സർവീസുകൾ മുടങ്ങുന്നത് കിയാലിന്, കണ്ണൂർ വിമാനത്താവള കമ്പനിക്ക് വലിയ വരുമാന നഷ്ടത്തിനും ഇടയാക്കിയിട്ടുണ്ട്. ആളനക്കമില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് കണ്ണൂർ വിമാനത്താവളം മാറുന്ന കാഴ്ചയാണ് ഇപ്പോൾ ഉള്ളത്. കാരണം ഇപ്പോൾ ആഭ്യന്തര യാത്രക്കാർ മാത്രമാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തുന്നത്. ഈ എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനങ്ങൾ റദ്ദാക്കുക വഴി വലിയ വരുമാന നഷ്ടം തന്നെ കിയാലിന് നേരിടുകയും ചെയ്യുന്നുണ്ട്. അതേസമയം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ കൂടുതൽ വിമാനങ്ങൾ റദ്ദാക്കിയിരുന്നു. എന്നാൽ ഇന്നലെയും ഇന്നും 2 വിമാനങ്ങൾ മാത്രമേ റദ്ദാക്കിയിട്ടുള്ളൂ എന്നുള്ള ആശ്വാസമുണ്ട്. മറ്റ് സർവീസുകൾ ഉച്ചയ്ക്ക് ശേഷമെല്ലാമുള്ള സർവീസുകൾ ഇപ്പോൾ ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. സന്തോഷാണ് കണ്ണൂരിൽ നിന്നുള്ള വിവരങ്ങൾ ഇപ്പോൾ നൽകിയത്.